വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് അത്ര ലെങ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ക്ലീൻ ചെയ്യാൻ ഓക്കെ ആയിരിക്കും, പക്ഷേ സൈസ് വൈസ് എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അഴുക്കൊന്നും പറ്റിയാലും കഴിയുമ്പോൾ പോകുമെന്നാണ് അവർ പറയുന്നത്. ബോറായിരിക്കുമെന്നാണ്, പക്ഷേ സംഭവം ഓക്കെയാണ് കേട്ടോ. അതെ, ഇത്രയും സൈസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കാണിച്ചതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഞാനത് ഒന്നിനും പൈസ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സംഭവം കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഫൈനായിട്ട് നമ്മുടെ നഖം ഇങ്ങനെ പൊടിഞ്ഞ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹലോ ഗൈസ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ടെമു ഹോളാണ്. ടെമു നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നേരത്തെ ഷീനൊക്കെ അവൈലബിൾ ആയിരുന്നു, നാട്ടിൽ വെബ്സൈറ്റ് അവൈലബിൾ ആയിരുന്നു. പക്ഷെ നമുക്ക് ചൈനയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഷീനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റ്. അപ്പോൾ ഇപ്പോൾ ടെമു, അയർലൻഡ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ടെമു എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കുറച്ച് പ്രോഡക്ട്സ് ആണ്. അത് നിങ്ങൾ കേട്ടത് ശരിയാണ്, ഫ്രീ ആയിട്ട് കിട്ടിയ പ്രോഡക്ട്സ് തന്നെയാണ്. ഞാൻ €1 പോലും അതിന് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി ഞാൻ ടെമുവിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, പക്ഷേ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് യൂട്യൂബിൽ നമുക്ക് 500+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻസ്റ്റഗ്രാം, അതുപോലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ 1000+ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ 500+ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയയുടെ കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ജോയിൻ വെറുതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓൾറെഡി അതിൽ ജോയിൻ ചെയ്ത ആൾക്കാരുടെ ലിങ്ക് അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ്, ഇപ്പോൾ എൻ്റെ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ ടെമുവിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ഈ ഒരു കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കോഡ് അടിച്ചു കൊടുക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ക്രീൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്കതിൽ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മെയിൽ ID വേണം, ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കുന്നതനുസരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൽ ജോയിൻ ചെയ്തതിന് ശേഷം 24 to 48 hours അവർ പറയുന്നത്. അതിനുശേഷം വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്രൂവൽ ആവും. വൺസ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ക്രെഡിറ്റ്സ് കിട്ടാറുണ്ട്. അപ്പം എനിക്കൊരു €30 അടുത്ത് ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രീ €30 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ്സ് നമുക്ക് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ ഒരു പൈസയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ടെമുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ആ ഒരൊറ്റ പൈസ പോലും കൊടുക്കണ്ട. ആ ഒരു €30 അത്രയും എമൗണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ടെമുന്ന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്കാണെങ്കിൽ ഇതേ ഇത്രയും സംഭവങ്ങൾ ടെമുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചു ഉടായ്പാണെന്നാണ്, പക്ഷെ അല്ല കേട്ടോ, ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയത്. ഒറ്റ പൈസ പോലും ഇതിനു വേണ്ടി കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ടെമുവിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി അത്ര അങ്ങോട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഇതൊരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പല സംഭവങ്ങളും ശ്രദ്ധിച്ച് നോക്കി വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ കൈ കിട്ടുമ്പോൾ ഭയങ്കര ചെറുതൊക്കെ ആയിരിക്കും. അങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് വേണം, സൈസ് നോക്കിയിട്ട് വേണം ഓരോന്ന് ഓർഡർ ചെയ്യാൻ, അല്ലെങ്കിൽ പറ്റിക്കപ്പെടും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെമു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എനിക്കിത് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയത്. നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതാണ് നമ്മളുടെ ഈ കബോർഡൊക്കെ ഇല്ലേ, കിച്ചൺ കബോർഡിലൊക്കെ നമുക്ക് അടിയിൽ വിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചിലരാണെങ്കിൽ പേപ്പർ വിരിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ പേപ്പർ വിരിച്ചിട്ടിരുന്നത്, ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിരുന്നത്. അതിന് പകരം നമുക്ക് ഈ ഒരു ഷീറ്റ് നമുക്ക് വിരിക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ തലയുടെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹാഫ് അത്ര ലെങ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ടെമു ആയതുകൊണ്ട് നമുക്ക് അത്രയൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതെ, ഓക്കെ, ലെങ്ത് ഇതൊരു റോളാണ് കേട്ടോ. ഈ ഒരു ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ആണെങ്കിലും സംഭവം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇത് ജസ്റ്റ് നോക്കട്ടെ ഇത് എന്തോരം വരുന്നുണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഇതൊരു സാമ്പിള് ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ്. കാരണം നമുക്കിത് വന്ന് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വാങ്ങിക്കാമല്ലോ എന്നൊരു കാൽക്കുലേഷനിൽ ഞാൻ വാങ്ങിച്ചതാണേ. ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. നമുക്കൊരു 2-3 കബോർഡിലൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് ലെങ്ത് ഉണ്ട്. നമുക്കത് മുറിച്ച് വിരിക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തോരം ലെങ്ത് ഉണ്ടെന്നേ. ഇതിപ്പോ ഒരു 3-4 കബോർഡിൽ വിരിക്കാൻ പാകത്തിനുള്ള ലെങ്ത് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കബോർഡുകളുടെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്കതനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട്
ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കബോർഡിൽ ഇപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം കബോർഡിൽ നമുക്കിങ്ങനെ വിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ വിരിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് പേപ്പർ ആണേ. അപ്പൊ അതൊന്ന് മാറ്റി കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് ടെമൂന്നാണ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും ഒരു ചാൻസ് കിട്ടിയത്, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ജസ്റ്റ് മേടിച്ച് നോക്കാം, കൊള്ളാമെങ്കിൽ നമുക്ക് പിന്നീട് ബാക്കി കബോർഡിലൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം. അത്യാവശ്യം നല്ലപോലെ ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് എന്റെ ഭാഗത്ത് നിന്ന് ഒരു യെസ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഏതെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കബോർഡിൽ നമുക്ക് അടിയിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് നോക്കാം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ വാങ്ങിക്കാൻ റെക്കമെൻഡ് ചെയ്യും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൻ ആണ്. ഞാൻ ജസ്റ്റ് പൊട്ടിക്കാം. ഇത് കണ്ടപ്പോ പ്രിൻസസ് ഏപ്രിൻ എന്നൊക്കെ കണ്ടിട്ട് ഞാൻ ക്യൂരിയസ് ആയിട്ട് വാങ്ങിച്ച സംഭവമാണ്. ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം പ്രിൻസസി ലുക്കായിരിക്കും ഉണ്ടാവുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വലിയ ക്വാളിറ്റിയോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ടെമു ആയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കാണിച്ച സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് നല്ലതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പോളിസ്റ്റോൺ ഉണ്ടാക്കിയ ഒരു ഏപ്രിൻ ആണ് കേട്ടോ. ഇത് ഓക്കെ, ഇതിങ്ങനെ ഇരിക്കും. നമുക്കിങ്ങനെ ഇട്ടിട്ട് കണ്ടോ, ഒരു പ്രിൻസസി വൈബില്ലേ. ഇവിടെ ഇങ്ങനെ പോക്കറ്റൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എനിക്ക് ഇത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. സംഭവം കൊള്ളാം അല്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ വാവയുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അവനപ്പുറത്ത് ഞാൻ പ്ലേ പെനിൽ ഇട്ടേക്കുവാണ്. അവനാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ എടുത്തോണ്ടിരിക്കണം, തന്നെ കിടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസിന് വിചാരിക്കുന്ന പോലെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒന്നും നടക്കാത്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവനെ അവിടെ കിടത്തിയിട്ട് വന്നതാണ്. പക്ഷേ പുള്ളിക്കാരൻ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് എടുത്ത് തീർത്തില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് വിചാരിക്കുന്ന പോലെ എഡിറ്റിങ്ങോ ഷൂട്ടിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഒത്തിരി ആഗ്രഹമുണ്ട്, എന്നോടൊന്നും വിചാരിക്കാതെ. ഐ എം എക്സ്ട്രീംലി സോറി. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കും. ഇത് ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ സൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ക്ലോസറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് ആണ്. അപ്പൊ ഞാനിത് ഫോട്ടോ കണ്ടപ്പോൾ കുറച്ചുകൂടെ സൈസ് പ്രതീക്ഷിച്ചു. പക്ഷെ സൈസ് വൈസ് ഇത്രേ ഉള്ളൂ സംഭവം. എന്റെ തല വെച്ച് നോക്കാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പക്ഷെ ബ്രഷ് ഓക്കെയാണ്, കുട്ടി ബ്രഷാണ് കേട്ടോ. ക്ലീൻ ചെയ്യാൻ ഓക്കെ ആയിരിക്കും. പക്ഷെ സൈസ് വൈസ് എന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. എങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് ഞാനിത് ഓക്കെയാണ്. ഇതില് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ കുറച്ച് അബദ്ധങ്ങൾക്ക് ടെമൂന്ന് ഭാഗത്ത് നമുക്ക് ഉണ്ടാവും. നമ്മൾ സൈസ് നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. അതായത് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, കിച്ചൺ ടവലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരതിൽ കാണിച്ചത് പ്രകാരം നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സംഭവം, പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യം നമ്പറുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അഴുക്കൊന്നും പറ്റിയാലും കഴുകിക്കഴിയുമ്പോൾ പോകുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയ ശേഷം റിവ്യൂ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് നല്ലപോലെ കിച്ചണും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ഉപകരിക്കും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി നമുക്ക് കബോർഡിലൊക്കെ വെക്കാൻ പറ്റിയ ഈ ബ്ലാങ്കറ്റ്സ് ഒക്കെ മടക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു ബാഗാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നിയോണ്ട് വാങ്ങിച്ചതാണ്. നമുക്കിത് എന്തായാലും നോക്കാം. ഇതിന്റെ സൈസ് വൈസ് റെക്കമെൻഡേഷൻ നോക്കിയപ്പം ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്തത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഓക്കെ, സൈസ് വൈസ് ഇത് ഓക്കെയാണ് കേട്ടോ. അത്യാവശ്യം നമുക്കൊരു 3-4 ബ്ലാങ്കറ്റ് ഒക്കെ മടക്കി വെക്കാൻ ഉള്ളൊരു സൈസ് ഇതിനുണ്ട്. ഞാൻ വിചാരിച്ചത് ബോറായിരിക്കുമെന്നാണ്, പക്ഷെ സംഭവം ഓക്കെയാണ് കേട്ടോ. അതെ, ഇത്രയും സൈസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് സൈസ് ഉണ്ട്. അപ്പം നമുക്ക് ബ്ലാങ്കറ്റ്സ് ഒക്കെ മടക്കി വെക്കാൻ ഞാൻ ബാഗ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു യെസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം. ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സൈസും ക്വാളിറ്റിയും ഓക്കെയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു സംഭവമാണ്. നമുക്ക് കബോർഡിൻ്റെ ഒക്കെ അകത്ത് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ഈ ബോട്ടിൽസ് ഒക്കെ ഇല്ലേ, ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ബോട്ടിൽസ് ഒക്കെ ഇല്ലേ, അതായത് സ്പ്രേ ബോട്ടിൽസ്, അങ്ങനത്തെ ബ്രഷുകൾ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ട്രേ ആണ് ആക്ച്വലി വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഞാൻ പൊട്ടിക്കുന്നില്ല, എന്തായാലും നമുക്കത് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ, ഞാൻ പൊട്ടിക്കാൻ ഓക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ആ ഒരു ട്രേ വരുന്നത്. 2 ട്രേ വരുന്നുണ്ട്. ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് വാങ്ങിക്കാൻ ഓർത്തിട്ടാണ്. സംഭവം ഓക്കെയാണ്. ക്വാളിറ്റി വൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും, കാരണം പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. നമുക്കിത് കബോർഡിന്റെ കടിയിൽ ചുമ്മാ വെക്കുന്നതിനേക്കാളും കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈ സ്പ്രേ ബോട്ടിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മളിപ്പം കിച്ചൺ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഞാൻ ആക്ച്വലി ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സംഭവമാണ്. ഞാൻ ഈ കാണിച്ചതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പൊ ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ ഇത് എങ്ങനെയായിരിക്കും, ഇതിന്റെ അകത്തുള്ള ഗസ് ചെയ്യാൻ പറ്റുമോ ഇതിൽ എന്താണുള്ളത്. വാവ്, ഇതാണ് ആ സംഭവം. ഇത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമുക്ക് 2 മാർക്കർ ഉണ്ട്, ഒരു റബ്ബ് ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ആക്ച്വലി പ്ലാനർ ആണ്. അതായത് ഡെയിലി വീക്ക്ലി പ്ലാൻസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ പുറത്തൊട്ടിക്കുന്ന ഒരു മാഗ്നറ്റ് ടൈപ്പ് പ്ലാനർ ആണ് കേട്ടോ. അപ്പൊ ഞാനിത് കുറെ നാളായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഡയറി ഉണ്ട്, പ്ലാനർ ഡയറി ഉണ്ട്, പക്ഷെ നമുക്ക് ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന പ്ലാനർ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ജസ്റ്റ് വാങ്ങിച്ചു നോക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ലുക്ക്. ഇത് എനിക്ക് തോന്നുന്നു ബാക്കിൽ മാഗ്നറ്റ് ആണെന്ന്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിത് ഫ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ വീക്ക് ഡേയ്സ് ഉണ്ട്. നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മറന്നു പോകുന്നുള്ള കാര്യങ്ങൾക്ക് ഇതിൽ എഴുതിയിട്ട് ടിക്കറ്റ് പോകാം. അപ്പൊ നമുക്ക് ഓരോ ദിവസവും മിസ്സാക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതെനിക്ക് ഏർജന്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇതെന്തായാലും ഈ കൂട്ടത്തിൽ വാങ്ങിച്ച പ്രൊഡക്ട്സുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും എനിക്ക് ഉപകാരപ്പെടുന്നതും ഈ ഒരു സംഭവമായിരിക്കും. ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഒരുപാട് ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു വീക്ക് പ്ലാനർ. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും, കാരണം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഒരു സംഭവം കാണിച്ചു തരാം. അത് ആക്ച്വലി ഫ്രീ പ്രൊഡക്റ്റ് അല്ല, ഞാൻ കയ്യിൽ പൈസ കൊടുത്തിട്ട് നേരത്തെ വാങ്ങിയതാണ്. വാവ ഉണ്ടായപ്പോൾ വാങ്ങിയതാണ്. ഈ വാവുമാരുടെ കയ്യിൽ നഖം പെട്ടെന്ന് വളരുമല്ലോ, അപ്പൊ അത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് വേദനിക്കാതെ മുറിയാണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഭവമാണ്. ഇതാണ് ആ ഒരു സംഭവം. ഇത് നമുക്ക് മാനിക്യൂർ സെറ്റ് എന്നാണ് പറയുന്നത്. ബേബി മാനിക്യൂർ സെറ്റ് അങ്ങനെ അടിച്ചു കൊടുത്താൽ കിട്ടും. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനൊരു റൗണ്ട് സംഭവമാണുള്ളത്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇതിനകത്ത് ബാറ്ററി ഇടണം. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു സംഭവം കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഫൈനായിട്ട് നമ്മുടെ നഖം ഇങ്ങനെ പൊടിഞ്ഞ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വലിയവർക്ക് ഉപയോഗിക്കാം. കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. മുറിവൊന്നും ഉണ്ടാവാണ്ട് ഇതിൻ്റെ നഖം വെട്ടാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളുണ്ടായവർക്ക് അറിയാം, കുഞ്ഞുങ്ങളുടെ നഖം പെട്ടെന്ന് വളരും. പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് വളരും. അപ്പം അതിനൊരു ബിഗ് സൊല്യൂഷനാണ് ഈ ഒരു സംഭവം. ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും, കാരണം ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം വാവ ഉണ്ടായ സമയത്ത് നഖം പെട്ടെന്ന് ഇപ്പോഴും വളരുന്നത് ഇത് വെച്ചിട്ടാണ് വെട്ടിക്കളയുന്നത്. അപ്പം ഇതെന്തായാലും നിങ്ങൾ എന്തായാലും വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കുഞ്ഞുങ്ങളുള്ളവർ. അപ്പൊ ഇത് പക്ഷെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഞാൻ ഫ്രീ അല്ല. ബാക്കി കാണിച്ചതൊക്കെ ഫ്രീ കിട്ടിയതാണ്. അപ്പൊ ടെമുവിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം, ഒരു കോഡ് കൊടുത്തേക്കാം. അത് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 48 to 72 അവേഴ്സിനുള്ളിൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. എന്നിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് പ്രോഡക്ട്സ് വാങ്ങിക്കാം. മാക്സിമം നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്ന ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെന്റും കൂടെ ടെമുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് കുറച്ച് പൈസയൊക്കെ അങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു കാര്യമാണല്ലോ. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാണ്ട് ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.